റാഗിപ്പൊടിയുണ്ടോ എങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് റാഗിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 3/4 കപ്പ് റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച റാഗിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ മാവൊന്ന് കുഴച്ചെടുക്കണം. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് വേണം നമ്മൾ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഞെരടി അത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരുടെയും വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് കേക്കിൻ്റെ ഓർഡറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല തിരക്കാണ്. ഞാൻ എല്ലാവരും വീഡിയോയും കാണും കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ അതാ ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അധികം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് നനച്ചെടുക്കണം. ഇനി ഇതിലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ടിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് എല്ലാം ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. കാരണം കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യം കിട്ടും കേട്ടോ. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ തീ കൂട്ടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ആയ ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ. നല്ലതുപോലെ ആവി വന്ന് നല്ലതുപോലെ വെന്ത് അതിൻ്റെ ഒരു കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുകും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് കപ്പലണ്ടിയും പിന്നെ പൊരിക്കടലയെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ചിരകിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ മാവിൽ ഉപ്പ് ചേർത്തല്ലോ. അതൊന്ന് നോക്കിയ ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതാ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ, കൂടിപ്പോയാൽ ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് മൂടി വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് കുറച്ചും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇടയ്ക്ക് കപ്പലണ്ടിയും കടലയൊക്കെ കഴിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റാഗി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തി ഉപ്പുമാവാണ്. ഇത് ഒരിക്കലെങ്കിലും എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നല്ല ആവി പറക്കുന്ന റാഗി ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഉപ്പുമാവ് എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കി കഴിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ.